ഹായ് ശിവാനി, വാട്സാപ്പ്. നേരം വെളുക്കുമ്പോ തന്നെ സ്വൈര്യം കെടുത്താലേ തൃശ്ശൂർ. ശിവാനി, ഞാൻ നിന്റെ സ്വൈര്യം കെടുത്താൻ വേണ്ടി വന്നൊന്നുമല്ല, ചീത്ത കേൾക്കാനും വന്നതല്ല. ദേ താഴെ നോക്കി, എല്ലാവരും നിന്നെ കാത്തിരിക്കുക, അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ശിവാനി, ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇന്നത്തെ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത ഒരാളാ. വാ. ആരാത്? സർപ്രൈസ് ആണെന്ന് പറഞ്ഞില്ലേ, വാ ശിവാനി. ഞാൻ വന്നോളാം, വിട്. ഓക്കെ. മായാങ്കന, ഇവിടെ എന്താ ചെയ്യുന്നത്? അവള് വരുന്നുണ്ട്. വാ മോളെ ശിവാനി, ഇന്ന് വീട്ടിലുള്ളവർക്കെല്ലാം സ്പെഷ്യൽ ഫുഡാ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരാ ഉണ്ടാക്കിയെന്നറിയോ? മായ. എല്ലാവരും എന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ത്രിവിക്രം, ത്രിശൂൽ, കഴിക്ക്. ത്രിവിക്രം, അത് കഴിക്കരുത്. എന്തു പറ്റി ശിവാനി? വേണ്ട, കഴിക്കണ്ട. നീ മാത്രല്ല, വേറെ ആരും കഴിക്കണ്ട. എന്താ മോളെ, എന്താ കാര്യം? ആരും കഴിക്കണ്ടെന്ന് പറഞ്ഞാ കഴിക്കണ്ട, അത്ര തന്നെ. ശിവാനി, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്തുണ്ടായി? ഞാനിതിൽ വിഷം ചേർത്തത് ഇവൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തിനാ കഴിക്കണ്ടെന്ന് പറയുന്നു ശിവാനി? അത് നല്ലതല്ല ത്രിവിക്രം. നല്ലതല്ലെന്ന് പറയാൻ ആരും ഇത് ടേസ്റ്റ് ചെയ്ത് പോലും നോക്കിയിട്ടില്ലല്ലോ. അത് ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശിവാനി, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എന്തുകൊണ്ട് കഴിച്ചുകൂടാ? ഞാൻ എന്താ ഇതില് വിഷം ചേർത്താണോ ഉണ്ടാക്കിയത്? ചേർത്തിട്ടുണ്ട്, പക്ഷെ അത് എല്ലാവരോടും വിളിച്ചു പറയാൻ എനിക്ക് പറ്റില്ല. അത് പിന്നെന്തിനാ തിന്നണ്ടെന്നൊക്കെ പറയുന്നത്? ത്രിവിക്രം, ത്രിശൂൽ, അങ്കിൾ കഴിക്കേ. ശിവാനി, എന്താ ഇതൊക്കെ? എന്താ നീ കാണിച്ചേ? അത് അങ്കിൾ. ശിവാനി, എന്താ മോളെ, എന്താ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ശിവാനി, ദയവേത് എന്റെ അടുത്ത് ആരും ഒന്നും ചോദിക്കരുത്. നിങ്ങൾ ആരും ഇത് കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത്. ശരി മോളെ, ഞങ്ങൾ ആരും കഴിക്കുന്നില്ല. പക്ഷേ നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അത് പറ. അത് അങ്കിൾ, ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. മായ ഉണ്ടാക്കിയതുകൊണ്ട് എന്താ കുഴപ്പം മോളെ? ഇത് കഴിക്കാനുള്ളതല്ലേ? ഇല്ല അങ്കിൾ, അമ്മ വീട്ടിലില്ലാത്തപ്പോ ഞാനാ ഭക്ഷണം ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഉണ്ടായിക്കോളാം. അയ്യോ, ഇതുകൊണ്ടാണോ മോളെ നീ കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞത്? കുഴപ്പമില്ല മോളെ, ഒരു നേരമല്ലേ. ഒരു നേരമായാലും ശരി, 2 നേരമായാലും ശരി, ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കും. ശിവാനി, എന്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? എനിക്കിത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അത് സാരില്ല. ഈ ഭക്ഷണം ശരിയായില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ഉണ്ടാക്കിക്കൊണ്ടുവരാം. വേണ്ട, ഈ ഭക്ഷണം ആരും കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കണ്ട, അത്ര തന്നെ. ഓക്കേ ഓക്കേ, കൂൾ കൂൾ കൂൾ. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സാരമില്ല, വിട്ടേക്ക്. ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്കുള്ള ആഹാരം നീ ഉണ്ടാക്കും, അത് ഞങ്ങൾ കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ? അല്ല ത്രിശൂൽ ആന്റി പ്ലീസ്, ഒരു ചെറിയ റിക്വസ്റ്റ്. ഈ ഒരു പ്രാവശ്യത്തേക്ക് ശിവാനെ നമുക്കുള്ള ആഹാരം ഉണ്ടാക്കി തരട്ടെ? ഓക്കെ? നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവൾ ഉണ്ടാക്കട്ടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, സൂപ്പർ.
ഓക്കെ അല്ലേ ശിവാനി? നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. ശിവാനി, വല്ലാതെ വിശക്കുന്നു, ഒന്ന് വേഗം കൊണ്ടുപോവാ. ദാ വരുന്നു. മതി മതി മതി. ഒന്ന് കഴിക്ക് തൃശൂൽ. ഓഹോ, ഭർത്താവിനെ നീ സ്പെഷ്യൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നടക്കട്ടെ നടക്കട്ടെ. ഇതെന്താ ഇത്? എല്ലാരും ഭക്ഷണം കഴിക്കാനിരുന്നല്ലോ. ഞാനിപ്പോ വരുന്നതല്ലേ ഉള്ളൂ. ഭക്ഷണം ആരാ ഉണ്ടാക്കിയ? ആരാ ഇവള്? എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ആരാ ഇത്? അന്നെന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നവള് വീണ്ടും വന്നതാണോ? വീട്ടിലുള്ളവർ എന്നെ അവളെ ഒരുമിച്ച് കണ്ട പ്രശ്നമാവും. ശിവാനി, ഭക്ഷണം സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, ഇതിനൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സേമിയ പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ കഴിക്കണം. ആരാ ഇത്? എന്റെ രൂപത്തിൽ വന്ന് ഭക്ഷണത്തിൽ വിഷം കലക്കി വീട്ടുകാരെ കൊണ്ട് കഴിപ്പിക്കുകയാണല്ലോ. എന്താ ചെയ്യപ്പോ? ശിവാനി, ഭക്ഷണത്തിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ പായസം പിന്നെ എങ്ങനെയായിരിക്കും? വേഗം കൊണ്ടുപോവാ. ഇല്ല, ആദ്യം ഞാൻ തൃശ്ശൂരിന് കൊടുക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. മായ വിട്, അവളെ എന്തിനാ പിടിച്ചു വെക്കുന്ന? അവളത് വിളമ്പിക്കോട്ടെ. അല്ല, അവളിവിടെ കുറെ നേരമായിട്ട് കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ? ഇനി അവള് കുറച്ച് വിശ്രമിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പിത്തരാം. ശിവാനി, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ആരും കഴിച്ചില്ല. കുറഞ്ഞ പക്ഷം നീ ഉണ്ടാക്കിയ ഫുഡ് സെർവ് ചെയ്യാനുള്ള അവസരമെങ്കിലും താ. ശിവാനി, നീ ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയല്ലേ? ഇപ്പൊ അവള് വിളമ്പി തരാന്ന് പറയുന്നുണ്ടല്ലോ. അവള് വിളമ്പട്ടെ. ഇത് ഞാനൊരു ബൗളിലാക്കിയിട്ട് കൊണ്ടുവരാം. 5 മിനിറ്റ്. മായ വേഗം വാ, പായസം കുടിക്കാൻ ഞങ്ങളിവിടെ കാത്തിരിക്കുക. വരുന്നു വരുന്നു. ശിവാനി, പായസം നന്നായിട്ടുണ്ട് മോളെ. ശിവാനി, നീ ഉണ്ടാക്കിയതുകൊണ്ടും മായ വിളമ്പി തന്നതുകൊണ്ടും രണ്ടും ചേർന്നപ്പോ പായസം നല്ല അടിപൊളിയായിട്ടുണ്ട്. ശിവാനി, ഭക്ഷണം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നീ ഡെയിലി ഇങ്ങനെ തന്നെ ഉണ്ടാക്കി തരുവാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ മൊത്തത്തില് തൃശൂൽ, നിന്റെ കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞല്ലോ. കുറച്ചു ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയായിക്കോളും. ശിവാനി, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്ന മോളെ? അങ്ങോട്ട് ഇരിക്കേ. മായ, നീ ഇരിക്കേ. അങ്കിൾ, അത് ശിവാനിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി എന്നിട്ട് ഇരുന്ന് കഴിച്ചോളാം. നിങ്ങളൊക്കെ കഴിച്ചോളൂ കേട്ടോ. അല്ല, ഞാനിവിടെ. ശിവാനി വാ, നമുക്കിത് കഴിഞ്ഞിട്ട് കഴിക്കാതിരിക്കാം. വാ. ഹേയ്, ആരാ നീ? എന്റെ രൂപത്തിൽ എന്തിനാ വീട്ടിലേക്ക് വന്നത്? ഏയ്, നിനക്ക് ആരാണെന്ന് പറയാതെ നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല. ആരാ നീ?
ആരാണെന്ന്? അന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ രൂപം ഉപയോഗിച്ചു വന്നു. ഇപ്പൊ നോക്കുമ്പോ വീട്ടുകാരെ കൊല്ലാൻ വേണ്ടി എന്റെ രൂപം സ്വീകരിച്ചിരിക്കുകയാണല്ലോ. പറ, ആരാണ് നീ? നീയോ? എന്താ എന്റെ ഇത്രയും ശക്തിയൊക്കെ കണ്ടിട്ട് നിനക്ക് പേടിയാവുന്നുണ്ടോ? അന്ന് എന്നെ രക്ഷിക്കാൻ വന്നത് നീ തന്നെയായിരുന്നോ? അതെങ്ങനെ സാധിക്കും? അന്ന് നീ എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ? നിന്റെ സംശയം ശരിയാണ് ശിവാനി. നിന്നെ അന്ന് രക്ഷിക്കാൻ വന്നത് ഞാനല്ല. അതാരാണെന്നുള്ളത് എനിക്കിതുവരെ കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. അവളെ നീ അന്വേഷിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ എന്റെ വേഷത്തിലും വരാറുണ്ട്. അവൾ ആരാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ആരാണെന്ന് അറിഞ്ഞാ ഞാൻ തന്നെ നിന്നോട് ഒന്ന് പറയാം. നീ എന്തിനാ എന്റെ രൂപത്തിൽ വന്നത്? നിനക്ക് ദേഷ്യമുള്ളത് എന്നോടല്ലേ? വീട്ടിലുള്ളവരെ ദ്രോഹിക്കാൻ എന്തിനാ നീ വന്നത്? ഓ, വിഷത്തിന്റെ കാര്യം മനസ്സിലാക്കിയതുപോലെ ഉണ്ടല്ലോ. മനസ്സിലാക്കുക മാത്രല്ല, ആ വിഷം ഞാൻ കളയുകയും ചെയ്തു. കുഴപ്പമില്ലല്ലോ, നീ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ ശിവാനി. ഇനി ഒരു പ്രാവശ്യം കൂടെ വീട്ടുകാരെ ദ്രോഹിക്കാൻ നോക്കി അത് നല്ലതിനാവില്ല. എന്റെ ദേഷ്യത്തെ പറ്റി നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന്റെ ആവശ്യവും എനിക്കില്ല ശിവാനി. പായസത്തിൽ നിന്നും വിഷം എടുത്തു കളഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ നിൽക്കണോ? അതിനൊക്കെ മുൻപേ അവര് എരിവുള്ള ഫുഡ് കഴിച്ചത് നീ കണ്ടില്ലായിരുന്നു. നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ചിന്ത പോലും തോന്നിയില്ലേ ശിവാനി? ആരെങ്ങനെയാ മരിക്കാൻ പോകുന്നെന്ന് കാണണ്ടേ നിനക്ക്? അവരെ നിനക്ക് രക്ഷിക്കണ്ടേ? നിക്ക്. വീട്ടുകാരുടെ പ്രാണൻ പോകുമെന്നറിഞ്ഞ ഉടൻ നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ ശിവാനി? അതെ, അവരെന്റെ വീട്ടുകാരാ. അവരുടെ പ്രാണൻ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഹോ, നല്ലത് നല്ലത്, വളരെ നല്ലത്. ഇത്ര നല്ല ചിന്തയില്ലായിരുന്നെങ്കിൽ നീ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുമായിരുന്നില്ല. നീ ഇങ്ങനെ പേടിക്കണ്ട ശിവാനി. അവര് കഴിച്ച ഭക്ഷണത്തിൽ ഞാൻ വിഷം ചേർത്തിട്ടില്ല. പിന്നെ പറഞ്ഞതാ എന്നെ കൊണ്ട് അങ്ങനെയും ചെയ്യാൻ സാധിക്കുമെന്ന്. അതൊന്ന് ഓർമ്മയിൽ വെക്കാൻ കൂടി, അത്രേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ഓർത്തോ ശിവാനി, നിന്നെയും ആ വീട്ടുകാരെയും ഞാൻ അത്ര പെട്ടെന്നങ്ങ് ഇല്ലാതാക്കി കളയില്ല. നിന്നെയും വീട്ടുകാരെയും കഷ്ടപ്പെടുത്തി പീഡിപ്പിച്ച് ഭ്രാന്ത് പിടിപ്പിക്കുന്നത് വരെ എത്തിച്ച് നരകിപ്പിച്ച് ഇല്ലാതാക്കും. നീ അതൊക്കെ കാണണം. നിസ്സഹായ അവസ്ഥയിൽ നീ നിൽക്കണം. പോകാം ശിവാനി. ക്ഷമിക്ക്, ഞാൻ വരട്ടെ ശിവാനി. ശിവാനി, നിന്റെ ഓരോ ചുവടും അവിടെയുള്ള പൂക്കളില്ലേ അതിൽ ചവിട്ടിക്കൊണ്ടാവട്ടെ. എന്താ ഇതൊക്കെ തൃശൂൽ? നീ കയറി വാ, വന്നിട്ട് പറഞ്ഞാ പോരെ. വാ ശിവാനി. ശിവാനി, ഒരു നിമിഷം നീ ഒന്ന് കണ്ണടച്ചേ. എന്തിനാ തൃശൂൽ? ശിവാനി ഒന്ന് കണ്ണടക്കി പറയാം. ഇനി കണ്ണു തുറക്ക് ശിവാനി. എന്താ ഇത്?
എന്തിനാ ഇതൊക്കെ? ഇതൊരു ഗിഫ്റ്റ് ആണെന്നേ. വേണ്ടെന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. വേഗം വാങ്ങിക്ക്. ഇതെന്തിനാ തരുന്നേന്നറിയോ ശിവാനി? ഇന്നത്തെ നിന്റെ പ്രവൃത്തി കണ്ടപ്പോ ഒരു പരിപൂർണ ഭാര്യയായിട്ട് തോന്നിയതോണ്ടാ. എന്നുവെച്ചാ നീ ഈ വീട്ടിലെ മരുമകളായി പിന്നെ എന്റെ ഭാര്യയായി ഇപ്പൊ ജയിച്ചിരിക്കാ ശിവാനി. ഒരുപാട് പെൺകുട്ടികള് ഭർത്താവിന് നല്ലൊരു ഭാര്യയായിട്ടിരിക്കാൻ വേണ്ടി വീട്ടിലുള്ളവരൊക്കെ വിഷമിപ്പിക്കും. മറ്റു ചിലരാണെങ്കിൽ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭർത്താവിന്റെ മനസ്സ് വിഷമിപ്പിക്കും. പക്ഷെ നീ അങ്ങനെയല്ല. എനിക്കുണ്ടായിരുന്ന പേടിയൊക്കെ നീ മാറ്റി ശിവാനി. എന്നാലും നിന്നോട് എനിക്ക് കുറച്ച് അസൂയൊക്കെ ഉണ്ട്. നിനക്ക് എന്നെക്കാളും എന്റെ വീട്ടുകാരിൽ ഇഷ്ടം. സാരമില്ല, വീട്ടുകാരുടെ കൂട്ടത്തിൽ ഈ ഞാനുണ്ടല്ലോ. എനിക്കത് മതിയെന്നേ. ഒരു മിനിറ്റ്, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഓ, ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പോഴും പഴയതൊക്കെ ഓർത്തുകൊണ്ട് എന്നെ വഴക്ക് പറയാൻ ശ്രമിക്കുക. എനിക്കൊരു ആഗ്രഹമുണ്ട് ശിവാനി. നീ സാരിയൊക്കെ എടുത്തിട്ട് വിളക്കുകളുടെ ഇടയിൽ കൂടി അങ്ങനെ നടന്നു വരുമ്പോഴുണ്ടല്ലോ, ആഹാ, കാണാൻ എത്ര സുന്ദരിയായിരിക്കും എന്നറിയോ? അതിന് ഈ കണ്ണുകളൊന്നും പോരാ. പ്ലീസ് ശിവാനി, എനിക്ക് വേണ്ടി കൊടുത്തിട്ട് വാ. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്തൊക്കെ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? എപ്പോഴും കുട്ടികളിയാണല്ലോ. ഹേയ് ശിവാനി, ഇത് കുട്ടിക്കളിയൊന്നുമല്ല. നിന്നോട് ദേഷ്യം കാണിക്കരുതെന്ന് ഞാൻ എപ്പ വിചാരിക്കുന്നു അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് സ്വൈര്യം കെടുത്തുകയും ചെയ്യും, ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യും. ശിവാനി, ഞാൻ അതിനും മാത്രം ഇപ്പൊ എന്താ നിന്നോട് ചെയ്തേ? ഇപ്പൊ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഒറ്റയ്ക്ക് ഒന്ന് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ എന്റെ പാട്ടിന് എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്കും. ശിവാനി, ശിവാനി.